Hi all, welcome to the new video of JRF Rank Boost series. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബയോഓർഗാനിക് ചാപ്റ്ററിലെ സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സാധാരണഗതിയിൽ നമ്മൾ ബയോഓർഗാനിക് ചാപ്റ്റർ പഠിച്ചു പോകുമ്പോൾ ഹീമോഗ്ലോബിൻ, ഹീമോസൈനി, ഹീമോറിത്രിൻ, എഫിയസ് പ്രോട്ടീൻസ് ആയ റൂബ്രഡോക്സിൻ, ഫെറഡോക്സിൻ, അതുപോലെ കാർബോക്സി ആൻഹൈഡ്രേസ്, കാർബോക്സി പെപ്റ്റിഡേസ്, ഇതുപോലെയുള്ള യൂഷ്വലി ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അതിനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ഇയറിൽ നമ്മൾ ഡിസംബർ നെറ്റിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ് ഈ കാണുന്നത്. ഇതിൽ നമുക്ക് ഫെമിലിയർ ആയിട്ട് ആകെ ഒരാളെ മാത്രമേ കാണുള്ളൂ, സൈറ്റോക്രോം സി ഓക്സിഡേസ് അല്ലെ. മറ്റുള്ള ഒരാളെ പോലും ഇപ്പോൾ കാറ്റലൈസ് ആയാലും യൂറേസ് ആയാലും ലാക്കേസ് ആയാലും നമുക്ക് അത്ര ഫെമിലിയർ ആയിട്ടില്ല. സോ ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത്തരത്തിലുള്ള അൺഫെമിലിയർ ആയിട്ടുള്ള ബയോഓർഗാനിക് കോംപ്ലക്സുകളെ പറ്റിയിട്ടാണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ക്ലാസ്. ഫസ്റ്റ് നമ്മൾ ഇവിടെ ഷോർട്ടായിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതായത് ഏതാണ് ഈ ബയോഓർഗാനിക് കോംപ്ലക്സ്, അതിൻ്റെ സെൻട്രൽ മെറ്റൽ ഏതാണ്, അതുപോലെ തന്നെ അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ഇനി അതിൻ്റെ സ്ട്രക്ചറൽ ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ അതും കൂടി ഡിസ്കസ് ചെയ്യും. ഇത്തരത്തിൽ സാധാരണഗതിയിൽ നമ്മുടെ ചോദിച്ച് കാണാത്ത ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ ചോദിച്ച് കണ്ടിട്ടില്ലാത്ത ആൾക്കാരെയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ പറയുന്ന എല്ലാവരെയും നമ്മൾ റെഫറൻസ് ബുക്കുകളായ അസിംകെ ദാസ്, ഹ്യൂഹി, ഹൗസ് ക്രാഫ്റ്റ് എന്നിവയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. സോ ദേ ഓൾ ആർ ഇമ്പോർട്ടൻറ്റ്. സോ ലെറ്റ്സ് ഡിസ്കസ് വൺ ബൈ വൺ. ഫസ്റ്റ് ഈസ് പെറോക്സിഡേസ്. പെറോക്സിഡേസിൻ്റെ സെൻട്രൽ മെറ്റൽ Fe3+ ആണ്. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഓക്സിഡൈസസ് എ കോമ്പൗണ്ട് ഇൻ പ്രസൻസ് ഓഫ് H2O2. അവിടെ അതിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാം, ഹീം ഗ്രൂപ്പ് ആണ് ഉള്ളത്. ദെൻ സെക്കൻഡ് വൺ ഈസ് കാറ്റലൈസ്. കാറ്റലൈസിൻ്റെ സെൻട്രൽ മെറ്റൽ Fe3+ ആണ്. ആൻഡ് ഫംഗ്ഷൻ ഈസ് ഡികമ്പോസിഷൻ ഓഫ് H2O2. കാറ്റലൈസിൻ്റെയും ഹീം ഗ്രൂപ്പ് തന്നെയാണ് സ്ട്രക്ചർ, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ദെൻ തേർഡ് വൺ ഈസ് നൈട്രോജിനേസ്. നൈട്രോജിനേസ് എൻസൈം, അതിൽ Fe മാത്രമല്ല മോളിബ്ഡിനം ഉണ്ട്. ഒരു FeMO ക്ലസ്റ്റർ ആണ് നൈട്രോജിനേസിൽ ഉള്ളത്. ഫംഗ്ഷൻ നൈട്രജനിൽ നിന്ന് അമോണിയ കൺവേർഷൻ, അതിനാണ് നൈട്രോജിനേസ് യൂസ് ചെയ്യുന്നത്. നാലാമത്തെ ആൾ ഹൈഡ്രോജനേസ് ആണ്. ഹൈഡ്രോജനേസിൽ നമ്മൾ നേരത്തെ മോളിബ്ഡിനവും അയണും പറഞ്ഞ പോലെ ഇവിടെ നിക്കലും അയണാണ് ഹൈഡ്രോജനേസിലുള്ളത്. ഫംഗ്ഷൻ ഈസ് ഹൈഡ്രജൻ ഓക്സിഡേഷൻ. ആ നെയിം നോക്കിയാൽ തന്നെ, ഹൈഡ്രോജനേസ് എന്നുള്ള പേര് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവിടെ എന്താണ് ഇതിന്റെ ഫംഗ്ഷൻ എന്ന്. അത്തരത്തിലുള്ള ഒരുപാട് എൻസൈംസിനെ പറ്റി അല്ലെങ്കിൽ ഒരുപാട് ബയോഓർഗാനിക് കോംപ്ലക്സസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നെയിം കണ്ടാൽ തന്നെ ഒരു പക്ഷേ നിങ്ങൾക്ക് അതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഈസ് കാർബൺ മോണോക്സൈഡ് ഡീഹൈഡ്രോജനേസ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ നെയിം ഇറ്റ്സെൽഫ് സീസ് കാർബൺ മോണോക്സൈഡിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് കൺവേർഷനാണ് ഇവിടെ കാർബൺ മോണോക്സൈഡ് ഡീഹൈഡ്രോജനേസിന്റെ ഫംഗ്ഷൻ. നിക്കലും അയണുമാണ് ഇവിടെ സെൻട്രൽ മെറ്റലായിട്ട് ഉള്ളത്. നെക്സ്റ്റ് ഈസ് ലാക്ടോഫെറിൻ. ലാക്ടോഫെറിൻ Fe3+ന്റെ തന്നെ സെൻട്രൽ മെറ്റൽ ആയിട്ടുള്ള ഒരു എൻസൈമാണ്. അയൺ ട്രാൻസ്പോർട്ടാണ്. അയൺ ട്രാൻസ്പോർട്ട് പറയുമ്പോൾ നമ്മൾ ഇതിന് മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ട്രാൻസ്ഫറിനും അയൺ ട്രാൻസ്പോർട്ടിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു എൻസൈമാണ്. സോ അത്തരത്തിലുള്ള വേറൊരാളും കൂടിയാണ് ലാക്ടോഫെറിൻ. സ്ട്രക്ചറിൽ അത്ര ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിലും നിങ്ങൾക്കൊന്ന് ജസ്റ്റ് നോക്കി വെക്കാം. അടുത്തത് ഇപ്പോൾ അയൺ ആയിട്ടുള്ള സെൻട്രൽ മെറ്റൽ ആയിട്ടുള്ള ആൾക്കാരെ എല്ലാം നമ്മളിപ്പോൾ നോക്കി. നെക്സ്റ്റ് സാന്തിൻ ഓക്സിഡേസ് ആണ്. സാന്തിൻ ഓക്സിഡേസിന്റെ സെൻട്രൽ മെറ്റൽ മോളിബ്ഡിനം ആണ്. അത് ഹൈപ്പോക്സാന്തിൻ ടു യൂറിക് ആസിഡ് കൺവേർഷൻ ആണ് അതിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. സോ അതിന്റെ സ്ട്രക്ചേഴ്സ് നിങ്ങൾക്ക് കാണാം. ഇവിടെ ഹൈപ്പോക്സാന്തിൻ ആണ് ആദ്യം ഉള്ളത്, അതിൽ നിന്ന് പിന്നീട് ക്സാന്തിനായിട്ട് മാറുന്നു, ദെൻ യൂറിക് ആസിഡ് ആയിട്ട് മാറുന്നു. സോ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് ക്സാന്തിൻ ഓക്സിഡേസ് ആണ്. നെക്സ്റ്റ് ഈസ് സൾഫൈറ്റ് ഓക്സിഡേസ്. സൾഫൈറ്റ് ഓക്സിഡേസിൽ മോളിബ്ഡിനം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കൺവേർട്സ് സൾഫൈറ്റ് ഇൻറ്റു സൾഫേറ്റ്, അതാണ് സൾഫേറ്റ്. ആ നെയിം നോക്കിയാൽ തന്നെ നമുക്ക് കൂടുതൽ പേരെയും മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ സെൻട്രൽ മെറ്റൽ എല്ലാത്തിനും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ സെൻട്രൽ മെറ്റൽ ആണ് നമ്മളൊന്ന് നോക്കി കാണേണ്ടത്. ദെൻ നെക്സ്റ്റ് ഈസ് നൈട്രേറ്റ് റിഡക്റ്റേസ്. നൈട്രേറ്റ് റിഡക്റ്റേസിനും മോളിബ്ഡിനം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നൈട്രേറ്റിൽ നിന്ന് നൈട്രൈറ്റിലേക്കുള്ള കൺവേർഷനാണ് നൈട്രേറ്റ് റിഡക്റ്റേസിന്റെ ഫംഗ്ഷൻ ആയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ഈസ് DMSO റിഡക്റ്റേസ്. ആ നെയിം പറയുന്ന പോലെ തന്നെ ഡൈമീഥൈൽ സൾഫോക്സൈഡിൽ നിന്ന് ഡൈമീഥൈൽ സൾഫൈഡിലേക്കുള്ള ഒരു കൺവേർഷനാണ്
ഈ ഒരു DMSO റിഡക്റ്റേസ് കൊണ്ട് ഫങ്ഷൻ ആയിട്ടുള്ളത്. ദെൻ ഗ്ലൂക്കോക്സ് ഓക്സിഡേസിന് മെറ്റില്ല, അവിടെ ഒരു പ്രോസ്തറ്റിക് ഗ്രൂപ്പാണുള്ളത്. ഈ പ്രോസ്തറ്റിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് FAD ആണ്, ഫ്ലാവിൻ അഡിനിൻ ഡൈ ന്യൂക്ലിയോടൈഡ്. അതിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഗ്ലൂക്കോസിനെ ഓക്സിഡൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊക്കെ ഈ ബയോസെൻസേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ഗ്ലൂക്കോസ് ഓക്സിഡൈസ് ആണ്. സോ ദാറ്റ് ഈസ് ക്വൈറ്റ് ഇമ്പോർട്ടൻറ്റ്. ദെൻ ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് ആൻഡ് ലിവർ ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ്. ഇത് ഈ പറഞ്ഞ രണ്ട് പേരിലും സെൻട്രൽ മെറ്റൽ സിങ്ക് ആണ്. അതുപോലെ തന്നെ ഇവര് ആൽക്കഹോളിനെ ഓക്സിഡേഷൻ ചെയ്യിപ്പിക്കുന്നതാണ് ഫങ്ഷൻ ആയിട്ട് വരുന്നത്. ദെൻ ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് ALP. ഇതിൽ സെൻട്രൽ മെറ്റലായിട്ട് 2 Zn2+ അയൺസും ഒരു Mg2+ അയൺസും ആണ് ഉള്ളത്. അതിന്റെ ഫങ്ഷൻ കാറ്റലൈസസ് ദ ഹൈഡ്രോളിസിസ് ഓഫ് ഫോസ്ഫേറ്റ് മോണോഎസ്റ്റേഴ്സ്. ജസ്റ്റ് ഫങ്ഷൻസ് ഒക്കെ ഒന്ന് മെമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം പെട്ടെന്ന് നമുക്ക് റിക്കളക്ട് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. സോ ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഇതൊരു സിമിലർ ആയിട്ടൊരു ടേബിൾ ആയിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. സോ either you can take the screenshots or learn from this. Then arginase-ന് 2 Mn2+ അയൺസ് ആണുള്ളത്. അതൊരു ബൈന്യൂക്ലിയർ മാംഗനീസ് എൻസൈം ആണ്. അത് യൂറിയ സൈക്കിളിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് ആർജിനേസ്. ദെൻ ആൽഡിഹൈഡ് ഫെറഡോക്സിൻ ഓക്സിഡോ റിഡക്റ്റേസ്. അതൊരു ടങ്സ്റ്റൻ വെച്ചിട്ടുള്ളതാണ്. ടങ്സ്റ്റൻ ആണ് അതിലെ സെൻട്രൽ മെറ്റലായിട്ട് ആക്ട് ചെയ്യുന്നത്. ദെൻ അതിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് catalyzes the oxidation of aldehyde to carboxylic acid. Then next is formate dehydrogenase FDH. അതിന്റെ സെൻട്രൽ മെറ്റലായിട്ട് ടങ്സ്റ്റൻ തന്നെയാണ് ഉള്ളത്. അതിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഓക്സിഡേഷൻ ഓഫ് ഫോർമേറ്റ് ടു കാർബൺ ഡയോക്സൈഡ് ആണ്. ദെൻ ഹെക്സോക്കിനേസിലെ സെൻട്രൽ മെറ്റൽ Mg2+ ആണ്. ദെൻ ഫങ്ഷൻ ഈസ് ഗ്ലൈക്കോളിസിസിന് യൂസ് ചെയ്യുന്നു. ദെൻ ഗ്ലൂട്ടാതയോൺ പെറോക്സിഡേസിൽ സെൻട്രൽ മെറ്റലായിട്ട് ആക്ട് ചെയ്യുന്നത് സെലനിയം ആണ്. ദെൻ അതിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഡിറ്റോക്സിഫൈസ് ഹൈഡ്രജൻ പെറോക്സൈഡ് ആൻഡ് ഓർഗാനിക് പെറോക്സൈഡ്. ദെൻ റൈബോന്യൂക്ലിയൈഡ് റിഡക്റ്റേസ് കൊബാൾട്ട് ആണ് സെൻട്രൽ മെറ്റലായിട്ട് ആക്ട് ചെയ്യുന്നത്. കൺവേർട്സ് റൈബോന്യൂക്ലിയൈഡ് ഇൻ ടു ഡിയോക്സി റൈബോന്യൂക്ലിയൈഡ്സ്. ഇതിന് DNA ബയോസിന്തസിസിലാണ് കൂടുതൽ യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത്. നെക്സ്റ്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞതിൽ Fe വന്നു, മോളിബ്ഡിനം വന്നു, ദെൻ ടങ്സ്റ്റൻ വന്നു, സെലനിയം വന്നു, കൊബാൾട്ട് വന്നു അല്ലെ. ഇനി കോപ്പർ ആണ് വരാനുള്ളത്. കോപ്പറിൽ തന്നെ 3 ആയിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്ന് മൾട്ടി കോപ്പർ പ്രോട്ടീൻസ്, അതായത് ഒന്നിലധികം കോപ്പർ അതിന് സെൻട്രൽ മെറ്റൽ ആയിട്ട് വരുന്നവരെയാണ് മൾട്ടി കോപ്പർ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ദെൻ ബ്ലൂ കോപ്പർ പ്രോട്ടീൻസ്, കളർ കാണിക്കുന്നത്. ദെൻ നോൺ ബ്ലൂ കോപ്പർ പ്രോട്ടീൻസ്. ബ്ലൂ കോപ്പർ പ്രോട്ടീൻസിൽ തന്നെ 2 ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ക്യാരക്ടറൈസ് ചെയ്യാം. ഒന്ന് ഇലക്ട്രോ ട്രാൻസ്പോർട്ടിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതും മറ്റൊന്ന് ഓക്സിജൻ ട്രാൻസ്പോർട്ടിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതും. അപ്പോൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിലാണ് പ്ലാസ്റ്റോസയനിനും അസിഡിൻ, സ്റ്റെല്ലസയനിൻ, റസ്റ്റിസയനിൻ, അമിസയനിൻ എന്നവരൊക്കെ പറഞ്ഞത്. ഓക്സിജൻ ട്രാൻസ്പോർട്ട് നമുക്ക് അറിയാവുന്നതാണ്, ഹീമോസയനിൻ. ദെൻ മൾട്ടി കോപ്പർ പ്രോട്ടീൻസിൽ ലാക്കേസ്, സെറുലോപ്ലാസ്മിൻ, അസ്കോർബിക്സ് ഓക്സിഡേസ്, ബിലിറുബിൻ ഓക്സിഡേസ് അവരൊക്കെയാണ് മൾട്ടി കോപ്പർ പ്രോട്ടീൻസിലുള്ളത്. ഇനി നോൺ ബ്ലൂ കോപ്പർ പ്രോട്ടീൻസിന് ഗാലക്ടോസ് ഓക്സിഡേസ്, ദെൻ സൂപ്രോക്സൈഡ് ഡിസ്മ്യൂട്ടേസ്, കോപ്പർ സിങ്ക് സൂപ്രോക്സൈഡ് ഡിസ്മ്യൂട്ടേസ്, ദെൻ അമീൻ ഓക്സിഡേസ്, അതുപോലെ ഡോപ്പമിൻ മോണോ ഓക്സിഡേസ്. നമുക്ക് ഓരോരുത്തരെയും ജസ്റ്റ് ഷോർട്ടറായിട്ട് ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മൾട്ടി കോപ്പർ പ്രോട്ടീൻസിലുള്ള ആദ്യത്തെ ആൾ ലാക്കേസിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ഷോർട്ടറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സെൻട്രൽ മെറ്റൽ കോപ്പർ ആണ്. ഡിഫറെന്റ് കൈൻഡ് ഓഫ് കോപ്പേഴ്സ് ഇതിലുണ്ട്. അതായത് അവരുടെ എൻവയോൺമെന്റ് മാറുന്നതിനനുസരിച്ച് ടൈപ്പുകൾ ഡിഫറെന്റ് ഉണ്ട്. അത്തരത്തിൽ 3 കൈൻഡ് ഓഫ് ടൈപ്പുള്ള കോപ്പേഴ്സ് ആണ് ഉള്ളത്. അവരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഓക്സിഡേഷൻ ഓഫ് ഫീനോൾസ്, ഡൈഫിനോൾസ്, അറോമാറ്റിക് അമീൻസ് ആൻഡ് അതർ റിലേറ്റഡ് കോമ്പൗണ്ട്സ് ആണ്. അടുത്തത് സെറുലോപ്ലാസ്മിൻ ആണ്. സെറുലോപ്ലാസ്മിൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കോപ്പർ തന്നെയാണ്. ഡിഫറെന്റ് കൈൻഡ് ഓഫ് ടൈപ്പ് ഓഫ് കോപ്പേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അയൺ ലോഡിങ് ഇൻ ടു ട്രാൻസ്ഫറിങ്. അതായത് Fe2+ നിന്ന് Fe3+ ആയിട്ടുള്ള ഒരു കൺവേർഷൻ കഴിഞ്ഞിട്ടാണ് ട്രാൻസ്ഫറിലേക്ക് കൊടുക്കുക. സോ സെറുലോപ്ലാസ്മിൻ ഈസ് ഹെൽപ്പ് ടു കൺവേർഷൻ ഫോർ ദ Fe2+ ടു Fe3+. ദെൻ അസ്കോർബിക് ഓക്സിഡേസ്, അതിലും കോപ്പർ തന്നെയാണ് സെൻട്രൽ മെറ്റൽ. ദെൻ അവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്
catalyzes the oxidation of L-ascorbic acid to dehydroascorbic acid ആണ്. അതിൻ്റെ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്, എങ്ങനെയാണ് അതിൻ്റെ ഒരു ഓക്സിഡേഷൻ നടക്കുന്നത് എന്നുള്ളതിൻ്റെ. നെക്സ്റ്റ് ഈസ് ബിലിറൂബിൻ ഓക്സിഡേസ്. ബിലിറൂബിൻ ഓക്സിഡേസിലും സെൻട്രൽ മെറ്റൽ കോപ്പർ തന്നെയാണ്. ഫങ്ഷൻ ഓക്സിഡേഷൻ ഓഫ് ബിലിറൂബിൻ ടു ബിലിവേർഡിൻ. അത് കഴിഞ്ഞാൽ പ്ലാസ്റ്റോസയാനിൻ. പ്ലാസ്റ്റോസയാനിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് മൾട്ടി കോപ്പർ പ്രോട്ടീൻ ആണ്. ഇനി ബ്ലൂ കോപ്പർ പ്രോട്ടീൻ, കളർ കാണിക്കുന്ന പ്രോട്ടീൻസിനാണ് ബ്ലൂ കോപ്പർ. ബ്ലൂ കളറുള്ളതുകൊണ്ട്, ബ്ലൂ കളർ ഉള്ളതുകൊണ്ടാണ് അതിനെ ബ്ലൂ കോപ്പർ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ദെൻ പ്ലാസ്റ്റോസയാനിനാണ് ഫസ്റ്റ് ബ്ലൂ കോപ്പർ പ്രോട്ടീൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഇലക്ട്രോഡാംസ് ഓൾമോസ്റ്റ് ബ്ലൂ കോപ്പർ പ്രോട്ടീൻ നമ്മൾ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നവരെല്ലാം ഇലക്ട്രോ ട്രാൻസ്ഫറിന് വേണ്ടി യൂസ് ചെയ്യുന്നവരായിരിക്കും. സോ ഇതിന് സ്ട്രക്ചർ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സ്ട്രക്ചറിൽ ആരൊക്കെ വരുന്നു, ഓൾമോസ്റ്റ് സ്ട്രക്ചേഴ്സ് എല്ലാവരും സിമിലർ ആണ്. ആകെ ഒരാളുടെ മാത്രമേ സ്ട്രക്ചർ ഡിഫറെൻ്റ് ഉള്ളൂ. അത് ഞാൻ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു 2 ഹിസ്റ്റഡിൻ റെസിഡ്യൂസ് ഉണ്ട്, ഒരു മെത്തിയോണൈൻ ഉണ്ട്, ദെൻ ഒരു സിസ്റ്റീൻ ഉണ്ട്. സോ ഇത്തരത്തിൽ 2 ഹിസ്റ്റഡിൻ റെസിഡ്യൂവും ഒരു സിസ്റ്റീൻ കോംപ്ലക്സ്, സിസ്റ്റീൻ ഗ്രൂപ്പും അതേപോലെ മെത്തിയോണൈൻ ഗ്രൂപ്പ് ഉള്ള ഒരാളാണ് പ്ലാസ്റ്റോസയാനിൻ. ദെൻ മൂവിങ് ടു അസുരിൻ. അസുരിനിലും ഇലക്ട്രോൺ ട്രാൻസ്ഫറിനാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെയും ഉള്ളത് സെയിം കൈൻഡ് ഓഫ് സ്ട്രക്ചർ ആണ്. പ്ലാസ്റ്റോസയാനിൽ ഉണ്ടായ അതേപോലെയുള്ള സ്ട്രക്ചറാണ് ഇവിടെയുള്ളത്. നെക്സ്റ്റ് ഈസ് സ്റ്റെല്ലോസയാനിൻ. സ്റ്റെല്ലോസയാനിലാണ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്ട്രക്ചർ വരുന്നത്. അതായത് ഇവിടെ നമ്മുടെ നേരത്തെ അസുരിനിലും പ്ലാസ്റ്റോസയാനിലും പറഞ്ഞ സിസ്റ്റീൻ്റെ കൂടെ തന്നെ നമ്മൾ ആരെ പറഞ്ഞു, മെത്തിയോണൈൻ ഗ്രൂപ്പിനെ പറഞ്ഞു. ഇവിടെ മെത്തിയോണൈൻ ഗ്രൂപ്പിന് പകരം ഒരു ഗ്ലൂട്ടാമിൻ ചെയിൻ ആണുള്ളത്. സോ ഗ്ലൂട്ടാമിൻ ചെയിന് ആണ് ഇവിടെ കാണാവുന്നത്. അതാണ് ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്ട്രക്ചർ സ്റ്റെല്ലോസയാനിൽ പറയാനുള്ളത്. ഇനി റെസ്റ്റിസയാനിലും ഇലക്ട്രോൺ ട്രാൻസ്ഫറിന് യൂസ് ചെയ്യുന്നു. കോപ്പർ തന്നെയാണ് സെൻട്രൽ മെറ്റൽ. അതിൽ സ്ട്രക്ചർ സിമിലർ ആണ്. അസുരിനും പ്ലാസ്റ്റോസയാനിനും നോക്കുമ്പോൾ അവരുമായിട്ടുള്ള സെയിം ആയിട്ടുള്ള സ്ട്രക്ചറാണ് ഇവരിനുള്ളത്. അമിസയാനിൻ സെയിം കൈൻഡ് ഓഫ് സ്ട്രക്ചറാണ്, സെയിം ഫങ്ഷനും സെയിം ആണ്, ഇലക്ട്രോ ട്രാൻസ്ഫർ ആണ്. നെക്സ്റ്റ് ഈസ് നോ ബ്ലൂ കോപ്പർ പ്രോട്ടീൻസിലേക്ക് പോവുകയാണ്. അതാണ് ഗാലക്ടോസ് ഓക്സിഡേസ് ആണ് ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഗാലക്ടോസ് ഓക്സിഡേസിൽ സെൻട്രൽ മെറ്റൽ കോപ്പർ ആണ്. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓക്സിഡേഷൻ ഓഫ് പ്രൈമറി ആൽക്കഹോൾസ് ടു ആൽഡിഹൈഡ്സ് ആണ്. ആ ഓക്സിഡേസ് എന്ന് കാണുന്നതിൻ്റെയൊക്കെ ഓക്സിഡേഷനാണ് അതിൻ്റെ ഫംഗ്ഷനായിട്ട് കൂടുതലും വരിക. അടുത്തത് എക്സ്പ്ലെയിൻ ചെയ്തത് സൂപ്പറോക്സൈഡ് ഡിസ്മ്യൂട്ടേസ് ആണ്. സൂപ്പറോക്സൈഡ് ഡിസ്മ്യൂട്ടേസിൽ യൂസ് ചെയ്യുന്നത് കോപ്പറും സിങ്കും ആണ്. ഇവിടെ കോപ്പറാണ് കാറ്റലറ്റിക് ഫംഗ്ഷനിൽ യൂസ് ചെയ്യുന്നത്. സിങ്ക് ജസ്റ്റ് ഒരു സ്ട്രക്ചറൽ ഫംഗ്ഷന് വേണ്ടി മാത്രമാണ് സിങ്ക് ഉള്ളത്. ഈ സിങ്കിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും വേറെ ചില മെറ്റൽസുമായിട്ട്. സോ അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്മ്യൂട്ടേഷൻ ഓഫ് സൂപ്പറോക്സൈഡ് റാഡിക്കൽസ് ആണ്. ദെൻ അമൈൻ ഓക്സിഡൈസ്, കോപ്പറാണ് സെൻട്രൽ മെറ്റൽ. ഓക്സിഡേറ്റീവ് ഡിഅമിനേഷൻ ഓഫ് പ്രൈമറി അമീൻസ് ആണ് ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. അമീൻ ഓക്സിഡേസ് ആ നെയിം ഇറ്റ്സെൽഫ് സേസ് എവറിത്തിങ്. ആൻഡ് ഫൈനലി നമ്മൾ ഡോപ്പമിൻ ബീറ്റ മോണോ ഓക്സിജനേസ് അതുകൂടിയാണ് നമ്മളിവിടെ പറയുന്നത്, ലാസ്റ്റായിട്ട് പറയുന്ന ഒരാളാണ്. ഇതിൽ സെൻട്രൽ മെറ്റലായിട്ട് 2 കോപ്പർ അയോൺസ് ആണ് ഉള്ളത്. ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻ ഈസ് കാറ്റലൈസസ് ദ ഹൈഡ്രോക്സിലേഷൻ ഓഫ് ഡോപ്പമിൻ ടു നോർപൈൻ ഫ്രെയിം. സോ അത്രയേ ഉള്ളൂ. നമ്മൾ ഇവിടെ അൺഫെമിലിയർ ആയിട്ടുള്ള കുറേ ആൾക്കാരെ ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇനി നമുക്ക് പ്രീവിയസ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. സോ 2025 ഡിസംബർ നെറ്റിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. ഇതിലിപ്പോൾ നമ്മൾ പഠിച്ച കുറേ ആൾക്കാരെ കണ്ടു അല്ലേ. കാറ്റലൈസ് കാണാം, യൂറേസ് കാണാം, സൈറ്റോക്രോം സി ഓക്സിഡേസ് നമ്മൾ ഓൾറെഡി മുന്നേ ഇപ്പോൾ റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. സൈറ്റോക്രോം സി ഓക്സിഡേസ്, ലാക്ടേസ് നമ്മൾ ഇവിടെ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സോ കാറ്റലൈസ് നോക്കുകയാണെങ്കിൽ കാറ്റലൈസ് അയറൺ ആണ് ഉള്ളത്. ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻ ഈസ് ഡികമ്പോസിഷൻ റിയാക്ഷൻ അല്ലേ, നമ്മൾ ഓൾറെഡി ഇതിൽ ഡിസ്കസ് ചെയ്തു. ഇനി യൂറിയേസ് ആണ്. യൂറിയേസ് നിക്കലാണ് സെൻട്രൽ മെറ്റലായിട്ട് ഉള്ളത്. അതിൻ്റെ ഫംഗ്ഷൻ ഹൈഡ്രോളിസിസ് റിയാക്ഷൻ ആണ്. ദെൻ സൈറ്റോക്രോംസ്. ഇപ്പം ഈ 2 ആൾക്കാരെ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ എലിമിനേഷൻ വഴി ടൈം ഒരുപാട് ലാഭിക്കാം അല്ലേ. കാറ്റലൈസ് AR2 ആൻഡ് യൂറിയേസ് BS1. അപ്പോൾ അങ്ങനെയുള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, അത് ഓപ്ഷൻ D ആണ്. എന്നാലും നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെ കൂടി നോക്കാം. സൈറ്റോക്രോം സി ഓക്സിഡേസ് അത് കോപ്പറും അയറണും ഉണ്ട്.
അവരുടെ ഫങ്ഷൻ വരുന്നത് ഓക്സിജൻ ടു വാട്ടർ ആണ്. സോ ലെറ്റ്സ് മാച്ച് ദാറ്റ് ഓൾസോ. ദെൻ ലാക്ടേസിൽ കോപ്പറാണ് വരുന്നത്, നമ്മൾ പറഞ്ഞു ലാക്ടേസിന്റെ കാര്യങ്ങളൊക്കെ. ദെൻ അവരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഫിനോൾ ടു ഫിനോൾ കൺവേർഷൻ ആണ്. സോ ഈ ഒരു ലാസ്റ്റ് നെറ്റിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. സോ വി സിംപ്ലി ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെറ്റ് ജൂണിൽ 2025 ജൂണിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ മാത്സ് ദ ഫോളോയിങ് ആയിട്ട് വന്നൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇതിലും നമ്മൾ കാണാത്ത ഒരുപാട് പേര്, മീൻസ് ഫെമിലിയർ അൺഫെമിലിയർ ആയിട്ടുള്ള കുറെ പേരാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. ആകെ സൈറ്റോക്രോം സി ഓക്സിഡേസ് തന്നെയാണ് ഇതിലും ചോദിച്ചിട്ടുള്ളത്. അത് കണ്ടു പരിചയമുള്ളത് സൈറ്റോക്രോം സി ഓക്സിഡേസ് മാത്രമായിരിക്കാം. ദെൻ നമുക്ക് ഇത് കൂടി സോൾവ് ചെയ്യാം. സൈറ്റോക്രോം സി ഓക്സിഡേസ് റിഡക്ഷൻ ഓഫ് O2 ടു വാട്ടർ ആണ് ചെയ്യുന്നത്. ദെൻ തൈറോസിനേസ് ചെയ്യുന്നത് ഓക്സിഡേഷൻ ഓഫ് ഫിനോൾസ് ആണ്. സോ B3 ആണ്. ദെൻ പ്യൂർ ആസിഡ് ഫോസ്ഫേറ്റേസ് അത് നിൽക്കട്ടെ, ഞാൻ ഇതിൽ ക്ലാസ്സിൽ പറയാത്ത ഒരാളാണ്. സോ അത് നമുക്ക് നോക്കാം. ദെൻ ഗാലക്ടോസ് ഓക്സിഡേസ് നമ്മൾ പറഞ്ഞ ഒരാളാണ്. അത് ചെയ്യുന്നത് ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോൾസ് ആണ്. സോ അതും ഓക്കെ. ഇനി റൈബോ ന്യൂക്ലിയോടൈഡ് ഡിറ്റക്ടേഴ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, DNA ബയോസിന്തസിസിനാണ് യൂസ് ചെയ്യുന്നത്. സോ ഇതെല്ലാം വരുന്ന ഒരാകെ ഓപ്ഷനേ ഉള്ളൂ, ദാറ്റ് ഈസ് ഓപ്ഷൻ സി. ആൻഡ് പ്യൂർ ആസിഡ് ഫോസ്ഫേറ്റേസ് ദാറ്റ് ആക്ച്വലി യൂസ്ഡ് ഫോർ ദ ഹൈഡ്രോളിസിസിന് വേണ്ടിയാണ് പ്യൂർ ആസിഡ് ഫോസ്ഫേറ്റേസ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല. സോ യു ക്യാൻ നോട്ട് അബൌട്ട് ദാറ്റ്. ദെൻ ഫൈനൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. ഇതിന് ഇതേപോലെ മാത്സ് ദ ഫോളോയിങ് തന്നെയാണ്. സൂപ്പറോക്സൈഡ് ടു ഓക്സിജൻ. അഫ്കോഴ്സ് സൂപ്പറോക്സൈഡ് ഡിസ്മ്യൂട്ടേസിന്റെ ഫംഗ്ഷൻ ആണത്. സോ നിക്കൽ നമുക്ക് ഇങ്ങനെ മാച്ച് ചെയ്യാം, നിക്കൽ സൂപ്പറോക്സൈഡ് ഡിസ്മ്യൂട്ടേസ്. ദെൻ ഹൈഡ്രോളിസിസ് ഓഫ് പെപ്റ്റൈഡ്, കാർബോക്സി പെപ്റ്റിഡൈസ് ആണ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. അതുകൂടി നമുക്ക് മാച്ച് ചെയ്യാം. ഹൈഡ്രോളിസിസ് ഓഫ് പെപ്റ്റൈഡ്, കാർബോക്സി പെപ്റ്റിഡൈസ്. ദെൻ ഹൈഡ്രോക്സിലേഷൻ ഓഫ് camphor is actually used by cytochrome P450. Then primary amine to aldehyde നമ്മൾ പറഞ്ഞ എക്സ്പ്ലെയിൻ ചെയ്ത ഒരാളാണ് അമീൻ ഓക്സിഡൈസ്. സോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഇതിലിപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്, അല്ലെ? ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത എല്ലാവരെയും ഒന്ന് ഷോർട്ടായിട്ട്, അതായത് സെൻട്രൽ മെറ്റൽ ഏതാണ്, വാട്ട് ഇസ് ദ ഫംഗ്ഷൻ, നെയിം ഓഫ് ദ ബയോനോർഗാനിക് കോംപ്ലക്സ്, അത്തരത്തിൽ ഒരു ജസ്റ്റ് ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിട്ട് എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ പഠിച്ചിട്ട് പോവാം. സോ whatever we are discussing in the class, that's actually summarized into these tables. So that's all about today's class. Hope everyone can understand this video. See you in the next video. Bye.